എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നൗഷാദ് ചേളന്നൂർ. ഞാൻ കോഴിക്കോടാണ്, മ്യൂസിക് ടീച്ചറാണ്, ഒരു പെർഫോമറാണ്. ഞാൻ ഇന്നലെ കോഴിക്കോട് യുവജനോത്സവത്തിന്റെ വേദികളിൽ ഗസൽ കാണാൻ പോയ സമയത്ത് അവിടെ നമ്മുടെ ഭാഷേന്റെ രണ്ട് പ്രമുഖർ ഇരിക്കുന്നുണ്ട്. ഉറുദു ഭാഷ അറിയുന്ന രണ്ട് വ്യക്തികൾ, നടുക്കൊരു മ്യൂസിക് ടീച്ചർ ഇരിക്കുന്നുണ്ട്. ഈ ഉറുദു ഭാഷയ്ക്ക് 100 മാർക്ക് പോകും. ഈ മ്യൂസിക് ടീച്ചർക്ക് 100 മാർക്ക് കിട്ടും. അപ്പൊ 200 മാർക്കിൽ പിന്നെ 100 മാർക്കാണ് മ്യൂസിക് ടീച്ചർ ഈ പാട്ടുകാരനെ പറ്റി അല്ലെ പാട്ടുകാരിയെ പറ്റിയിട്ട് ഇടേണ്ടത്. ഈ 200 മാർക്ക്, ഈ 300 മാർക്ക് തന്നെ 60 മാർക്കേ ഉള്ളൂ എന്തിന്, ലാംഗ്വേജിനുള്ളൂ, അത് ഉറുദു ഭാഷയ്ക്ക്. ബാക്കി ശ്രുതി, താളം, ലയം ഇങ്ങനെ പോകുന്നതാണ്. ഈ 40 മാർക്കിനാണ് ഇവർക്ക് രണ്ടു പേർ കൂടി ജഡ്ജ് ചെയ്യേണ്ടി വരിക. അതിന് അവര് 90 മാർക്കിലൊക്കെ മേലിട്ട് പോയാൽ നടുക്കിരിക്കുന്ന മ്യൂസീഷ്യൻ എന്ത് വാല്യൂ ഉള്ളത്? അപ്പൊ ഈ പാട്ട് പാടുന്ന കുട്ടിക്ക് എന്ത് മാനദണ്ഡത്തിൽ അവർ മാർക്ക് കൊടുക്കുന്നത്? എനിക്ക് അതൊന്ന് ആരെങ്കിലും അറിയുന്നവരുടെ പറഞ്ഞത്. ലാംഗ്വേജ് വേണ്ടെന്നല്ല, അവർ തീർച്ചയായിട്ടും എന്റെ അഭിപ്രായത്തിൽ നല്ല മ്യൂസിക് അറിയുന്ന, ലാംഗ്വേജും മ്യൂസിക് കൂടി അറിയുന്ന ആൾക്കാരെ വെക്കുക. അല്ലെങ്കിൽ വേണ്ട, ഉറുദുവിന് മാത്രമായിട്ട് ഈ ജഡ്ജ്മെന്റ് പാനലിലല്ലാതെ 40 മാർക്ക് മാത്രം കൊടുത്തുകൊണ്ട് ഒരാളെ വേറെ എടുക്കട്ടെ, ബാക്കി മാർക്കുകൾ കൊടുത്താൽ മതി ബാക്കിയുള്ളവർക്ക് ജഡ്ജ് ചെയ്യാൻ. അങ്ങനെയല്ലേ അതിന് ശരി?